മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ടതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിന്ന് വറുത്തരച്ച കറികൾക്കുള്ള ഒരു മിക്സ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 5 ഉണക്കത്തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ച് നമുക്കിനി ഒന്ന് കൂട്ടുകളെല്ലാം ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അടി പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. ഇത് ഇങ്ങനെ വറുത്തെടുത്ത് നമ്മൾ പൊടിച്ച് ടിന്നിലാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഇത് നമുക്ക് അത്യാവശ്യത്തിന് വല്ല കറികളും വയ്ക്കണമെങ്കിൽ, നമുക്കൊരു തീയലോ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കുറച്ച് ചേർത്താൽ തീയൽ വയ്ക്കാം, ചിക്കൻ കറി വയ്ക്കാം, മീൻ വേണമെങ്കിൽ മീൻ കറിയും വയ്ക്കാം. കുറച്ച് പുളി മാത്രം മീൻ കറിക്ക് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ കറിക്കും പറ്റിയ ഒരു കൂട്ടാണ് ഈ തയ്യാറാക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക്, കുറച്ച് ഉലുവ, ഇനി ഒരു 2-3 കഷ്ണം പുളി, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് കൊടുക്കാം. ഈ കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ടതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വിദേശത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തു വിട്ടാൽ അവർക്ക് കുറച്ച് ദിവസം വെച്ചിരുന്ന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും, കേടാവാതെ ഇരിക്കും. ഇട്ട പൊടികളെല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. തേങ്ങയുടെ വറുത്ത കൂട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ജാറിലേക്ക് ഇട്ട് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഈ പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ബാക്കിയുള്ള കൂട്ടും കൂടെ പൊടിച്ചെടുക്കാം. നല്ലതുപോലെ തണുക്കുമ്പോൾ നമുക്കിനി ടിന്നിലിട്ട് അടച്ചു വയ്ക്കാം. തേങ്ങ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ കുറേശ്ശെ എടുക്കാം. വറുത്തരച്ച കറികൾക്ക് ആവശ്യമായ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് വറുത്തരച്ച് വെക്കുന്ന എല്ലാ കറിക്കും ഇത് ചേർക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക.